ഇതൊരു വിദേശ മാവാണ്, മാങ്ങയാണ്. ഇതിൻ്റെ പേര് PCOB എന്നാണ്. ഇതെനിക്ക് കിട്ടിയത് അമേരിക്കയിൽ നിന്ന് ഒരു വ്യക്തി വരുമ്പോൾ ഒരു 5-8 തരം മാവിൻ്റെ സയോണ് തന്നിരുന്നു. അതിൽ ഒരു മാവ് അത് പിടിച്ചിട്ടുണ്ട് എല്ലാം. അതിൽ ഒരു മാവ് കൊല്ലം പൂത്തു, 2 മാങ്ങ ഉണ്ടായി. അതിലൊന്ന് കൊഴിഞ്ഞു പോയി, ഒന്നിപ്പോൾ ഇത് മൂത്ത് പഴുത്തുണ്ട്. ഇതിന് കൂടുതൽ ഇതിനെ അറിയണമെന്നുണ്ടെങ്കിൽ മുറിച്ച് നോക്കിയാൽ തന്നെ അറിയുള്ളൂ. ഇതിൻ്റെ ജന്മദേശം എവിടെയാണെന്നൊന്നും കൂടുതൽ അറിയില്ല. എന്താ ഒരു PCOB എന്ന് അവരിങ്ങനെ ഒരു കോഡ് ഇട്ടണം, അതൊന്നും കൂടുതൽ അങ്ങനത്തെ ഒന്നും നമുക്ക് അറിയില്ല. ഈ പേരിലാണ് ഇതിനെ കിട്ടിക്കണത്. എന്തായാലും ഞാനതൊന്ന് മുറിച്ച് നോക്കട്ടെ, എന്നിട്ട് അനുഭവങ്ങൾ പറയാമല്ലോ, പങ്കുവെക്കാമല്ലോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലെ നിറം വരണത്. നല്ലൊരു ഫ്ലേവർ ഉണ്ട്. പിന്നെ മുറിച്ച് നോക്കുമ്പോൾ ചെറിയൊരു ഫൈബർ മുറിയണതിൻ്റെ ഒരു ശബ്ദം തോന്നുന്നുണ്ട്. പക്ഷെ പറയത്തക്ക ഫൈബറൊന്നും കാണാനില്ല. വെറുതെ ഇതിൻ്റെ ഒരു എത്ര ബ്രിക്സ് ഉണ്ടോയെന്ന് നോക്കാം. പതിനഞ്ച് ബ്രിക്സാണ്. ഞാൻ ഈ പേരക്കുട്ടിക്കൊന്ന് കൊടുക്കട്ടെ, അയാൾ പറയട്ടെ സ്വാദം എന്താണ്. പിന്നെ കുഴപ്പമൊന്നുമില്ല. ഞാൻ നോക്കാം, നോക്കി നോക്കാം. ഒരു ഫ്ലേവറൊക്കെ ഉള്ള സാധനം. തായ്ലൻഡ് വെറൈറ്റികളുടെ ഒരു സ്വാദമല്ല, അല്ലെങ്കിൽ അങ്ങനെയല്ല. ഇതിനോട് ഉപമിക്കാൻ തോന്നണില്ല. മഴക്കാലമായിട്ടായിരിക്കാം കുറച്ചൊരു വെള്ളം ചുവ വരുന്നുണ്ട്. എന്നിരുന്നാലും ചെറിയൊരു പുളിരസത്തോട് കൂടിയിട്ടുള്ളൊരു മധുരമാണ്. തിരക്കട്ടില്ലാത്തൊരു ഫ്ലേവറും ഉണ്ട്. തിരക്കട്ടില്ല ഈ മാങ്ങ. ഇതിൽ തന്നെ എന്തൊക്കെ ആയാലും പുഴുവില്ല. അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഈ മഴക്കാലങ്ങൾ. ഇത്ര മഴക്കാലം കഴിയായില്ലേ, എന്നിട്ടും ഇതിലൊരു പുഴുവില്ല. ഒന്നാമത് അത്യാവശ്യം വലിപ്പമുണ്ട് മാങ്ങയ്ക്ക്. രണ്ടാമത്തെ ഗുണം പറയത്തക്ക ഫൈബറുകളില്ല. പിന്നെ ഈ ഒരു പുറം കൂടി പൂണ്ട് നോക്കിയാൽ ഇതിന് കട്ടി വളരെ കുറവാണ് വണ്ടിക്ക്. അപ്പോൾ കൂടുതലും മാംസമായിട്ടുള്ള കാമ്പ് പോലെയുള്ളത് തന്നെയാണ്. തുണക്കുത്തൊന്നുമില്ല. നമ്മുടെ കാലാവസ്ഥയിൽ ഇത് കായ്ക്കാം. വേറെ ആൾക്കും വേണമെങ്കിൽ വയ്ക്കാം. അതിന് പറ്റിയുള്ള നിലവാരമൊക്കെ ഉള്ള ഒരു മാങ്ങ തന്നെയാണ്. എന്തായാലും കൂടുതൽ വിവരം അടുത്ത കൊല്ലം ഇടാൻ പറ്റുള്ളൂ. എത്രത്തോളം കായ്ക്കുണ്ട്, ഇനി ഇതിൻ്റെ കൂടുതൽ വലിപ്പം കാര്യങ്ങളൊക്കെ. എന്തായാലും തിരക്കില്ലാത്തൊരു മാങ്ങയാണ്. ഓക്കെ.